സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികൾ 4 ഉണ്ടെന്നും അത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിലേക്ക് കടക്കുന്നതിന് മുൻപ് ഓസ്മോസിസ് എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് അറിയാം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഓസ്മോസിസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുള്ള സംഗതിയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം എന്താ പറയുക ആപ്ലിക്കേഷനുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഡെയിലി ലൈഫായിട്ട് വളരെയധികം കോണ്ടാക്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പോൾ ഉണക്കമുന്തിരി അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് ചെയ്യും, അത് വീർത്ത് വരും അല്ലേ. ഇംബൈബ് ചെയ്ത് വാട്ടറിന് ഇംബൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് സ്വെല്ല് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ വാട്ടർ മോളിക്യൂൾസ് പുറത്തു നിന്നും ദെൻ ഗ്രേപ്സിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ആക്ച്വലി അവിടെ നടക്കുന്നത് ഗ്രേപ്പിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പുറത്തു നിന്നും വാട്ടർ എന്ത് ചെയ്യും, അവിടെ ദെൻ അങ്ങോട്ട് പെർക്കുലേറ്റ് ചെയ്ത് ദെൻ കയറും. അപ്പോൾ ദെൻ മുന്തിരിയുടെ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ മുന്തിരിയുടെ സെല്ല് എന്ത് ചെയ്യും, സ്വെല്ല് ചെയ്യും. അങ്ങനെ എല്ലാ സെല്ലുകളും സ്വെല്ല് ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് ചെയ്തു, വീർത്തായിട്ട് നടക്കും. അപ്പോൾ ഇവിടെ വാട്ടർ മോളിക്യൂള് ദെൻ പാസ് ചെയ്തിട്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ, അവിടെ ഓസ്മോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓസ്മോസിസിൻ്റെ ഇഫക്റ്റ് ഇത്രയേ ഉള്ളൂ. വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യണം, അവിടെ മൂവ് ചെയ്യും. നമ്മളെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ വാട്ടർ മോളിക്യൂളുകൾ എന്ത് ചെയ്യുന്നു, അവിടെ മൂവ് ചെയ്യുന്നു. ക്ലിയർ? ഇനി അവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇപ്പം നമ്മൾ ആ മുന്തിരിക്ക് പകരം നമ്മൾ ഒരു സെല്ലിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ സെല്ല് വാട്ടറിൽ നമ്മൾ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സെല്ലിന് ചുറ്റും എന്തുണ്ട്, സെൽ വോൾ ഉണ്ട്. അപ്പോൾ സെൽ വോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുക, സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുക. അപ്പോൾ ഈ സെൽ വോളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് വാട്ടർ മോളിക്യൂളുകളെ മാത്രമേ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാനായിട്ട് അനുവദിക്കുള്ളൂ. അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആയാലും പുറത്തുനിന്ന് ഉള്ളിലേക്ക് ആയാലും വാട്ടർ മോളിക്യൂൾസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ചില മെംബ്രെയിനുകളുടെ ഉള്ളിൽ കൂടെയാണ് ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന സംഗതി അവിടെ നടക്കുന്നത്. അപ്പോൾ ഓസ്മോസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചില പാർട്ടിക്കിളുകൾ മാത്രം, സർട്ടൻ പാർട്ടിക്കിൾസിനെ മാത്രം പാസ് ചെയ്യുന്ന ചില മെംബ്രെയിനുകളുടെ ആവശ്യം അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള മെംബ്രെയിനെയാണ് നമ്മൾ എന്താ പറയുക, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെല്ല് കൺസിഡർ ചെയ്യും, വാട്ടർ മോളിക്യൂൾസ് ദെൻ മൂവ് ചെയ്യും. ഇനി വാട്ടർ മോളിക്യൂൾ എവിടെ നിന്നാണ് അത് മൂവ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ സെൽ വോളിൻ്റെ അപ്പുറവും ഇപ്പുറവും കൺസിഡർ ചെയ്യും. സെല്ലിൻ്റെ ഉള്ളിൽ, സെൽ വോളിൻ്റെ ഉള്ളിൽ, സെല്ലിൻ്റെ ഉള്ളിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു. വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കുറവാണ്. വാട്ടർ മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കുറവാണ്. സെൽ വോളിൻ്റെ പുറത്തോ വാട്ടർ മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും, വളരെ കൂടുതലായി. കാരണം വാട്ടർ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ക്ലിയർ അല്ലേ? അപ്പോൾ വാട്ടർ മോളിക്യൂൾ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുക. ക്ലിയർ? അപ്പോൾ എപ്പോഴും വാട്ടർ മോളിക്യൂളുകൾ എവിടെയാണോ കൂടുതൽ, ശ്രദ്ധിക്കണം കേട്ടോ, സോൾവെന്റ് മോളിക്യൂളുകൾ എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് കുറവുള്ള, സോൾവെന്റ് മോളിക്യൂളുകൾ കുറവുള്ള സ്ഥലത്തേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? ഇത് നമ്മൾ ഇതേ എക്സ്പെരിമെൻറ്റിനെ നമ്മൾ ഒരു ടിപ്പിക്കൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ നമ്മൾ ആ പിക്ചറിലൊന്ന് നോക്കുക. അവിടെ നടുക്കിൽ ഒരു ചെറിയൊരു പാർട്ടീഷൻ ഉണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ട്, അല്ലേ? ആ സെപ്പറേഷനാണ് നമ്മൾ പറഞ്ഞ സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ വോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാട്ടർ മോളിക്യൂളുകൾ മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ വാട്ടർ മോളിക്യൂളുകളും സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിളുകളും ഉണ്ട്, അഥവാ സൊല്യൂഷനും അവിടെ ഉണ്ട് എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ ആ മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താണെന്ന് ചോദിച്ചാൽ അത് കുറച്ചും കൂടി നിങ്ങൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. ആ മെംബ്രെയിൻ്റെ ഇടയിൽ കൂടെ വാട്ടർ മോളിക്യൂളുകൾക്ക് മാത്രമേ പാസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള മെംബ്രെയിനുകളെയാണ് നമ്മൾ എന്ത് പറയുക,
സെമി പെർമിയബിൾ മെംബ്രെയിൻ. ആ വലിയ ഗ്രീൻ കളറിലുള്ള ആ പാർട്ടിക്കിൾസിനെ അതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല, കാരണം അതിൻ്റെ സൈസ് അതിനുള്ളിലൂടെ കടന്നു പോകാനായിട്ട് അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ മെംബ്രെയിൻ നമ്മൾ എന്ത് പറയുന്നു? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയും. ഓക്കെ, വാട്ടർ മോളിക്യൂൾ എവിടെയാണ് കൂടുതൽ? ലെഫ്റ്റ് സൈഡിൽ. എവിടെയാണ് കുറവ്? റൈറ്റ് സൈഡിൽ. ഓക്കെ, അപ്പോൾ വാട്ടർ മോളിക്യൂൾസിൻ്റെ എമൗണ്ട് കൂടുതൽ ലെഫ്റ്റിൽ, വാട്ടർ മോളിക്യൂളിൻ്റെ എമൗണ്ട് കുറവ് റൈറ്റിലാണ്. സോ വാട്ടർ മോളിക്യൂളുകൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്നും കുറവുള്ള സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ? ഇത് നമ്മളൊരു ഡെഫിനേഷനിലേക്ക് കടക്കാൻ വേണ്ടി അതിൻ്റെ വേറൊരു കാര്യം കൂടി പറയുകയാണ്. ഇവിടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും കൂടുതൽ ഉണ്ടാകുക? നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എവിടെയാണ്. റൈറ്റ് സൈഡിലാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സൊല്യൂഷൻ കോൺസെൻട്രേഷൻ വന്നിട്ട് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അല്ലേ, പിന്നെ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എവിടെ കൂടുതൽ? ആ ഗ്രീൻ അല്ലെ, ആ സൊല്യൂഷൻ്റെ അവിടെയാണ് കോൺസെൻട്രേഷൻ കൂടുതൽ. ദെൻ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറവ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. വാട്ടർ മോളിക്യൂൾ മാത്രമുള്ളതാണ്. അവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഈ ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺസെൻട്രേഷൻ 0 ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് നിന്നും, അഥവാ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് നിന്നും വാട്ടർ മോളിക്യൂളുകളെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് the solvent molecules move from lower concentration of the solution to the higher concentration of the solution. Okay, solvent appullum solvent molecule evade kodal left lineയാണ്, right കുറവാണ്. solvent molecule മൂവ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? കുറവുള്ള കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്കാണ്. പക്ഷെ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ സൊല്യൂഷന്റെ ടേംസിൽ പറയുക ചെയ്യും. സോ the movement of molecules of solvent from lower concentration of the solution to the higher concentration of the solution through a semi-permeable membrane. This is called osmosis. Clear? ആ മെംബ്രെയിൻ നമ്മൾ എന്താ പറയുക? അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? which allow only some particles only. പാസ് ചെയ്യുന്നത് ചില പാർട്ടിക്കിളിനെ മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? സോ അതാണ് നമ്മളുടെ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓസ്മോസിസ് is the movement of molecules of the solvent from lower concentration of the solution to the higher concentration of the solution through a semi-permeable membrane. എന്താണ് semi-permeable membrane? The semi-permeable membrane which allow the passage of only solvent particles through it. Okay, it contain a network of sub-microscopic holes. ആ ഹോളിലൂടെ ആര് മാത്രമേ പോകുള്ളൂ? സോൾവെന്റ് മാത്രമേ പോകുള്ളൂ. ഓക്കെ, ഇതിനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെംബ്രെയിനാണ്, ഓർഗാനിക് ആയിട്ടുള്ള ഒരു മെംബ്രെയിനാണ് ഏത്? എഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ പിഗ്സ് ബ്ലാഡർ. ഓക്കെ, അവരുടെ വയറിൻ്റെ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റുള്ള ഒരു ബ്ലാഡറാണ്. ആ ബ്ലാഡറിൽ നമുക്ക് ഇത് യൂസ് ചെയ്യും സെമി പെർമിയബിൾ മെംബ്രെയിൻ. ദെൻ സെല്ലുലോസ് അസറ്റേറ്റ് സിന്തറ്റിക് ആണ്. സെല്ലോഫെയിൻ ഒക്കെ സിന്തറ്റിക് ആയിട്ടുള്ള സെമി പെർമിയബിൾ മെംബ്രെയിനുകളാണ്. ഈ എക്സ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ടയുടെ തോടല്ല ഉദ്ദേശിക്കുന്നത്, എഗ് ഷെല്ല് അല്ല ഉദ്ദേശിക്കുന്നത്. എഗ് ഷെല്ല് നമ്മളിപ്പോൾ എഗ്ഗൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഷെല്ലിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പാടയുണ്ടാവും. ആ പാടയാണ് മെയിനായിട്ട് എന്ത് നമ്മുടെ സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് എഗ്ഗിനെ നമ്മൾ വിനാഗിരിയിൽ ഇട്ട് വയ്ക്കുക. ഒരു ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷെല്ല് മൊത്തം ഡീക്കേ ചെയ്തു പോകും. ആസിഡിലാണല്ലോ, അസറ്റിക് ആസിഡ്. വിനെഗറിൽ ഇട്ട് കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ആണല്ലോ ഷെല്ല്. അത് ഡീകമ്പോസ് ചെയ്ത് പോയിട്ട് നമുക്ക് ആ മെംബ്രെയിൻ മാത്രം കിട്ടും. അതിൻ്റെ ഉള്ളിലുള്ള സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫാറ്റും പ്രോട്ടീനും മാത്രമായിട്ട് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടുന്ന എഗ്ഗിൻ്റെ പുറത്തുള്ള ആ പാളി അല്ലെങ്കിൽ ആ കവറാണ് അല്ലെങ്കിൽ ആ ഷീറ്റാണ് ഇത് സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് ഓസ്മോസിസ്, എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ ഇനി അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷറിലേക്ക് കടക്കണം. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത്? ഓക്കെ, ആ ഡെഫിനിഷനിൽ നിന്ന് കാണാം. ഇറ്റ് ഈസ് ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്. ക്ലിയർ? നമുക്ക് ആ പിക്ചറിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വരികയാണ്. ഒന്ന് നോക്കുക. ആ പിക്ചറിൽ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ അത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്പീഡിലായിരിക്കും വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ കൂടെ കടക്കുക, ഏത് സൊല്യൂഷൻ്റെ ഭാഗത്തേക്ക് കിടക്കുക. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ്റെ ഭാഗത്ത് നിന്നും
ദെൻ കുറച്ച് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യണം അഗെയിൻസ്റ്റ് ആയിട്ട്. ഓക്കെ, അതായത് സെമി പെർമിയബിൾ മെംബ്രെയിനുമേ നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ആ ലിക്വിഡിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സോൾവെന്റ് മോളിക്യൂളിൻ്റെ ഫ്ലോ ഓസ്മോസിസ് അവിടെ എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. കുറച്ചും കൂടി പ്രഷർ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും അവിടെ നിന്നുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ ഫ്ലോ ഓസ്മോസിസ് എന്ത് ചെയ്യും, അവിടെ വീണ്ടും കുറയും. വീണ്ടും പ്രഷർ കൊടുക്കുകയാണെങ്കിലോ വീണ്ടും ഓസ്മോസിസ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ ദെൻ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ, ഒരു സർട്ടൻ പ്രഷറിൽ ഈ ഓസ്മോസിസ്, അതായത് വാട്ടർ മോളിക്യൂൾസിൻ്റെ സോൾവെന്റ് മോളിക്യൂൾസിൻ്റെ ഫ്ലോ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഓസ്മോസിസ് അവിടെ നിന്നു. അപ്പോൾ നമ്മൾ ഓസ്മോസിസ് നിർത്താൻ വേണ്ടി നമ്മളൊരു പ്രഷർ നമ്മൾ സൊല്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? അപ്പോൾ സൊല്യൂഷന് ഓസ്മോസിസിനെ നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുക. ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ദ pressure required to just stop the osmosis. ഓസ്മോസിസിനെ നിർത്താൻ സൊല്യൂഷന് ആവശ്യമായിട്ടുള്ള പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയും. ക്ലിയർ? നമ്മളിവിടെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കൂടുകയാണെന്ന് വിചാരിക്കും, സൊല്യൂഷൻ്റെ ഗ്രീൻ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ നമ്പർ ഓഫ് മോൾസ് കൂടുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ റിലേറ്റീവ്ലി വാട്ടർ മോളിക്യൂൾസിൻ്റെ കണ്ടന്റ് എന്ത് ചെയ്യും, നമ്പർ ഓഫ് പാർട്സ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സോൾവെന്റ് എന്ത് ചെയ്യും, അവിടെ കുറയും. അപ്പോൾ ഈ സോൾവെന്റ് മോളിക്യൂളിന്റെ ഫ്ലോന്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, അവിടെ കൂടും. അപ്പോൾ ഈ ഫ്ലോന് നമുക്ക് ഒപ്പോസ് ചെയ്യാനായിട്ട് നേരത്തേനേക്കാളും കൂടുതൽ, ഏർലിയർ കേസിനേക്കാളും കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും. അതായത് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്തോറും ഓക്കെ നമുക്ക് കൊടുക്കേണ്ട പ്രഷർ എന്ത് ചെയ്യും, അവിടെ കൂടും. കാരണം സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് പാർട്സ് കൂടുമ്പോൾ സോൾവെന്റിന്റെ റിലേറ്റീവ് എമൗണ്ട് കുറയുകയും ചെയ്യണം. അപ്പോൾ കുറേ പ്രഷർ കൊടുത്താലേ ദെൻ അവിടെ നിന്ന് നടക്കുന്ന ഓസ്മോസിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദി സൊല്യൂട്ട് കൂടുകയാണെങ്കിൽ നമുക്ക് ഓസ്മോസിസ് നിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രഷറും കൂടും. അതായത് ഓസ്മോട്ടിക് പ്രഷർ അവിടെ ചെയ്യും കൂടും. സോ ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, solute particles increases, the osmotic pressure also increases. Osmotic pressure എന്ത് ചെയ്യണം, അവിടെ കൂടും. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അല്ലേ ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ എന്താണ്, ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ക്ലിയർ? ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചതിനായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലെ PV = nRT പഠിച്ചില്ലേ, അതുപോലത്തെ സിമിലർ ഇക്വേഷൻ തന്നെയാണ്. സിമിലർ ആണ്, ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ടേമുകളിലെ റെപ്രസെൻറ്റേഷനിലൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതാണ് പൈ ഈക്വൽ ടു CR, വേർ C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷനാണ്. ദെൻ അതിൽ നമ്മൾ C കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയായിട്ട് എടുക്കുകയാണെങ്കിൽ N2/VRT വരും. M2 നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. അത് നമ്മൾ W2/M2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പൈ W2RT/M2 ഇവിടെ പൈ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സൊല്യൂഷൻ, M2 എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, ദെൻ W2 എന്ന് പറയുന്നത് ദെൻ വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട്, ആർ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേ? ദെൻ ഇനി ഇതിൻ്റെ യൂട്ടിലിറ്റി എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, സിംപ്ലി നമ്മൾ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും ഇക്വേഷൻ ഉപയോഗിച്ച്. പൊതുവേ ഈ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് ഏറ്റവും നന്നായിട്ട് ക്ലിയർ കട്ടായിട്ട് നമുക്ക് ദെൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ലാർജ് സൈസ്ഡ് മോളിക്യൂൾസിൻ്റെ കേസിലാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മുടെ എക്സ്പെരിമെൻ്റലിൻ്റെ ഡയഗ്രത്തിൽ ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ കൂടുതലാണെങ്കിൽ ദെൻ അവിടെ ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് അവിടെ കുറയും. മോളിക്യൂൾസിൻ്റെ എന്താ പറയുക, ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ പോളിമറുകൾ, ബയോമോളിക്യൂളുകൾ, ഓക്കെ അങ്ങനെയുള്ള ജൈൻറ്റ് മോളിക്യൂൾസിന് ഓക്കെ നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മെഷർമെൻ്റാണ് കുറച്ചും കൂടി വളരെ നല്ലത്.
ഓക്കെ, കുറച്ചും കൂടി നല്ല ഒബ്സർവബിൾ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ക്ലിയർ? ദെൻ ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷനുകളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് റോ മാംഗോ ഇൻ സോൾട്ട് സൊല്യൂഷൻ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങ ഉപ്പിലിടുമ്പോൾ മാങ്ങയുടെ ഉള്ളിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യും? സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ സെൽ വോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കിടക്കും. മാങ്ങ എന്ത് ചെയ്യും? അവിടെ റിങ്കിൾ ചെയ്യും, ചൂടും, അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ വിൽറ്റഡ് ഫ്ലവേഴ്സ് റിവൈവ് ഇൻ വാട്ടർ. പൂക്കൾ വാടുന്നത് എന്തുകൊണ്ട്? അതിനുള്ള വാട്ടറിൻ്റെ കണ്ടന്റ് എന്ത് ചെയ്യാണ്? അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തിരിച്ച് അതേ ഫ്രഷ്നെസ്സോടുകൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ അതൊക്കെ എന്താണ്? ഓസ്മോസ് ആണ്, വാട്ടർ മോളിക്യൂൾസ് പോകുന്നതാണ്. ക്യാരറ്റ് ലിംസ് ഇൻ അറ്റ്മോസ്ഫിയർ. അറിയാലോ, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ക്യാരറ്റിനെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരറ്റ് ആകെ എന്ത് ചെയ്യും? വാടും. ക്ലിയർ? അത് വീണ്ടും വെള്ളത്തിലിട്ടാൽ വീണ്ടും അതെന്തായിട്ട് മാറും? റിജിഡായിട്ട് മാറും, ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്ക്. അതുപോലെ വാട്ടർ മൂവ്സ് ഫ്രം സോയിൽ ടു പ്ലാന്റ് റൂട്ട്. അത് കംപ്ലീറ്റ് ആയിട്ടും ഓസ്മോസ് അല്ല കേട്ടോ, അതിന് നമ്മൾ റെസ്പിറേഷൻ്റെ ഒരു ഹെൽപ്പും കൂടി ഉണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും പറയില്ല നമ്മൾ, എന്നാലും വാട്ടർ മൂവ്മെൻറ്റ് ഫ്രം സോയിൽ ടു റൂട്ടിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് വാട്ടറിനെ പുറത്തുനിന്ന് കടത്തണമെങ്കിൽ ഒരു പാർഷ്യലി എന്താണ് അവിടെ? ഓസ്മോസിസ് ആണ്. കംപ്ലീറ്റ് ആയിട്ടല്ല, അവിടെ ഒരു എന്താ പറയുക, റെസ്പിറേഷൻ വഴിയുള്ള ഒരു പ്രഷറൊക്കെ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എഡിമ, സ്വെല്ലിംഗ് ഓഫ് ടിഷ്യൂസ് ഇൻ ഇന്റർസെല്ലുലാർ സ്പേസ്. അല്ലേ? അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ പറയാം. ജസ്റ്റ് നമ്മുടെ ഈ സോൾട്ടി ഫുഡ് അധികം കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഈ എഡിമ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. ദെൻ സോൾട്ടിങ് ഓഫ് മീറ്റ്. നമ്മൾ ഈ മീനുകൾ അല്ലെങ്കിൽ മീറ്റൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ പുരട്ടി ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ ഈ എന്താ പറയുക, ഓസ്മോസിസിൻ്റെ ആപ്ലിക്കേഷനാണ്. അതായത് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവില്ല ഉപ്പിട്ട് കഴിഞ്ഞാൽ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഉപ്പിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്ടീരിയയുടെ ഉള്ളിലെ വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യും? ഓസ്മോസിസ് നടന്ന് പുറത്തേക്ക് കിടക്കും. ക്ലിയർ? അപ്പോൾ ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യും? അവിടെ ഡെഡായിപ്പോകും. അതുപോലെ ക്യാൻഡിഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊക്കെ പൊതുവെ നമ്മളെ പെട്ടെന്ന് ഫെമിലിയർ ആയിട്ടുള്ളത് ചെറിയൊക്കെയാണ്. അപ്പോൾ ചെറിയൊക്കെ നമ്മൾ പഞ്ചസാര വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കും. അപ്പോൾ അതൊക്കെ അതുപോലെ തേനെല്ലിക്ക എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ ഇതിൽ ഇട്ട് വയ്ക്കുമ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം ബാക്ടീരിയ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്ത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, ഉള്ളിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള സ്ഥലത്ത് നിന്നും സൊല്യൂഷനിലേക്ക് വാട്ടർ എന്ത് ചെയ്യും? അവിടെ കടക്കും. അങ്ങനെ ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യും? ഡെഡായിരിക്കും. അപ്പോൾ ക്യാൻഡിഡ് ഫ്രൂട്ട് ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഓസ്മോസിസ് ആണ്. ക്ലിയർ? സോ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഓസ്മോസിസ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൂടി പഠിക്കാനുള്ളത് എന്താണ് ഓസ്മോസിസ്, എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഓഫ് സോൾവെന്റ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ to the higher concentration of the solution through a semi-permeable membrane. Okay, semi-permeable membrane example നോക്കുക, egg membrane, pig's bladder, cellophane and cellulose acetate. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇൻ വൺ വേർഡിലൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തിട്ടേക്കാം. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഇറ്റ് ഈസ് എ മിനിമം പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ഓസ്മോസിസ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? പൈ is equal to W2RT/M2 അത് മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ? ദെൻ അതിനുശേഷം നമ്മൾ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷനുകൾ പറയുന്നു. ഇത്രയേ ഉള്ളൂ സംഗതി. ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നന്നായിട്ടൊക്കെ നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഈ ഓസ്മോസിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.